ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാണല്ലോ, കരുണയാണല്ലോ നമുക്ക് പ്രകാരം ഒരിക്കൽ കൂടെ ജീവനോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇപ്രകാരം അവസരം ലഭിച്ചത്. അതിനായി ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ തിരുവചന ഭാഗം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-23. The Book of Lamentations, chapter 3, verse 22 and 23. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവകരുണയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയയുടെ, മനസ്സൊലിവിൻ്റെ സ്ഥായിയായ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് വളരെ ഉറപ്പ് നൽകുന്നതാണ് ഈ വാക്കുകൾ. ഈ ഉറപ്പ് എത്രത്തോളം ശ്രദ്ധേയമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ഏവരുടെയും ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാം. ദൈവത്തിൻ്റെ കരുണ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിക്കാത്തവരായിട്ട്, രുചിച്ചു നോക്കാത്തവരായിട്ട്, അല്ലെങ്കിൽ ലഭിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. ആമേൻ. സത്യം പറഞ്ഞാൽ ദൈവ നന്മയിൽ, ദൈവം നൽകുന്ന നന്മയിൽ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുക എന്നത് എത്രയോ ഉന്നതമായൊരു അനുഭവമാണ്. നമ്മുടെ സംഗീതത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. സംഗീതത്തിന് 84:11 ഇങ്ങനെയാണ് വായിക്കുന്നത്, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. 145 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണെന്ന്. ആമേൻ. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക പരിസ്ഥിതിയിലേക്ക് ലോകം അടിക്കടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇതിനെല്ലാം കാരണഭൂതനായ, സകലത്തെയും ഉളവാക്കിയ, സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെയും പരിപാലിക്കുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രബലനായ, വളരെയധികം ഉത്തരവാദിത്വത്തോടും ദൈവ ആലോചനയോടും കൂടെ രാജ്യം ഭരിച്ച രാജാവായിരുന്നു ഉസിയ രാജാവ്. തൻ്റെ ഭരണകാലത്തെ ധാരാളം ഭരണപരിഷ്കാരങ്ങളും രാജ്യത്തിന് അഭിമാനിക്കത്തക്കതായ പല നേട്ടങ്ങളും കൈവരിപ്പാനിടയായി തീർന്നു. തന്നെയുമല്ല, ശത്രു രാജ്യങ്ങളെല്ലാം ഭയത്തോടെ കഴിയുകയായിരുന്നു. കാരണം ഈ രാജ്യത്തിൻ്റെ സമൃദ്ധിയും അവരുടെ ബലവും കണ്ടിട്ട്. എന്നാൽ പെട്ടെന്ന് നമ്മൾ കാണുന്നു, ഉസിയ രാജാവ് പ്രബലനായപ്പോൾ, ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിച്ചു. പുരോഹിതന്മാർ മാത്രമല്ലാതെ മറ്റാരും ചെയ്യാൻ പാടില്ലാത്തതായ ധൂപവും കാട്ടുവാൻ ഉസിയാവ് തുനിഞ്ഞു. പലരും അവനെ വിലക്കിയിട്ടും അവനത് കൂട്ടാക്കിയില്ല. അവൻ്റെ കൈമേൽ കുഷ്ഠം പൊങ്ങി, അവനെ പുറത്താക്കി. അവൻ ആ കുഷ്ഠരോഗിയായിട്ട് തന്നെ മരിച്ചുവെന്ന് നമ്മൾ ചരിത്രം പഠിക്കുന്നു. അങ്ങനെ ഉസിയാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകും? ശത്രുക്കൾ വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ. രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും മറ്റ് നിലവാരങ്ങളുമൊക്കെ താഴെ പോകുമല്ലോ എന്ന് പറഞ്ഞ്, ഇനി അടുത്ത പെട്ടെന്നൊരു നല്ല രാജാവ് അടുത്തെങ്ങുമില്ലല്ലോ, സാധ്യത കുറവാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന യെശയ്യാവിന് ദൈവം ഒരു മറുപടിയും കൊടുക്കുന്നില്ല. പക്ഷേ ദൈവം തനിക്കൊരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനത്തിൽ ദൈവം മറ്റൊരു രാജാവിനെ തരാമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. ആ ദർശനത്തിൽ ദൈവം കാണിക്കുന്നത്, വാക്യം ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ്
അല്ലെങ്കിൽ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. താഴോട്ട് പല കാര്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ രാജാവ് മരിച്ചുപോയി എന്നതുകൊണ്ട് കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല, ലോകം അവിടെ അവസാനിക്കുന്നില്ല. ഇനിയും പല കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിയന്ത്രണമുള്ള ഒരാൾ ഉയരത്തിലുണ്ട്. അത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വാണരുളുന്ന വലിയവനായ ദൈവമാണ്. ഞാൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, ലോക സാഹചര്യങ്ങൾ എങ്ങനെ പോകട്ടെ, എന്തുമാകട്ടെ, ഏതവസ്ഥയിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ, നമുക്ക് വിഷമിക്കുകയോ പരിതപിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ഗവൺമെന്റുകൾ മാറട്ടെ, ഭരണാധികാരികൾ മാറട്ടെ, പാർട്ടികൾ മാറട്ടെ, ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ പോകട്ടെ, കാലാവസ്ഥയുടെ പ്രാതികൂല്യങ്ങൾ കടന്നു വരട്ടെ, മഹാമാരികൾ കടന്നു വരട്ടെ, എന്നാൽ അതിൻ്റെ നടുവിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാം നോക്കിക്കാണുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം നാം ഗ്രഹിച്ചേ മതിയാകൂ പ്രിയപ്പെട്ടവരെ. ഈ യാഥാർത്ഥ്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ആശങ്കാകുലരാകുന്നത്. ഈ യാഥാർത്ഥ്യത്തെ പലപ്പോഴും അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉത്കണ്ഠാകുലരാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. നാം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നെങ്കിൽ, നാം ദൈവകരങ്ങളിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ, എല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഭംഗിയായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മളെ വിശ്വസിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ കുറേ നാൾ ചെയ്തിട്ട് നിന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ, കുറേ നാൾ നീ പണിഞ്ഞിട്ടും പരിശ്രമിച്ചിട്ടും നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എന്തിനാ? വൈ ഡു യു വേസ്റ്റ് യുവർ ടൈം? ഹാൻഡ് ഇറ്റ് ഓവർ ടു മീ, ലെറ്റ് മീ ഹാൻഡിൽ ഇറ്റ്. ആമേൻ. ലെറ്റ് മീ ഹാൻഡിൽ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഇഷ്യൂസ് വരുമ്പോഴും, ഓരോ സമസ്യ വരുമ്പോഴും, ഓരോ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും നാം തനിയെ അതിനെ കീഴടക്കുവാൻ, നേരിടുവാൻ, വെല്ലുവിളികളെ നേരിടുവാൻ നാം തനിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, കോൾ മീ, കം ടു മീ, ഹാൻഡ് ഇറ്റ് ഓവർ ടു മീ. ആമേൻ. നമ്മുടെ എന്തിന്മേൽ നമ്മുടെ കരം വെച്ചിട്ടുണ്ടോ ദൈവം പറയുന്നു, അക്കരം എടുക്ക. ടേക്ക് ഔട്ട് യുവർ ഹാൻഡ്സ്, ലെറ്റ് മൈ ഹാൻഡ്സ് ബി പ്ലേസ്ഡ് അപ്പോൺ ദാറ്റ്. ആമേൻ. ഈ സന്ധ്യാസമയം നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും, നമ്മുടെ എല്ലാ വൈതരണികളെയും വേദനകളെയും തടസ്സങ്ങളെയും എല്ലാം ചെയ്യാൻ കഴിയുന്ന സർവശക്തിമാനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നിരാശയുടെ അടിത്തട്ടിൽ, നിരാശയിൽ നാം ആഴത്തിൽ കേഴുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം പകരുന്ന വാക്കുകളാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. അതിലൊരു വാക്കാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കട്ടെ. വിലാപങ്ങൾ 3:22 വായിച്ചത്. നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ആമേൻ. ദൈവത്തിൻ്റെ അനന്തമായ കരുണ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെടുന്നത്, ഇറങ്ങി വരുന്നത് കാണണമെങ്കിൽ ഈ ദൈവത്തിൽ പൂർണ്ണമായി നാം ആശ്രയിച്ചേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ യിരെമ്യാ പ്രവാചകനാണ് വിലാപത്തിന്റെ പുസ്തകം എഴുതുന്നത്. കഷ്ടതയോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ നിരാശനാണ്. തൻ്റെ ജീവിതത്തിലും തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലും ദർശിക്കുമ്പോൾ സന്തോഷിക്കുവാൻ ഒരു മാർഗവും കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണല്ലോ. ചുറ്റുപാടും നടക്കുന്ന പലതും നമ്മളെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ സന്തോഷിപ്പാൻ ഒരു വകയും കാണത്തില്ല. അതിനാൽ താൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
തന്നെ ഈ കൈപ്പേറിയ അവസ്ഥ ഓർക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം അതാണ് വായിക്കുന്നത്. 19-20. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. ഇതത് എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മൾ പലരുടെയും അവസ്ഥയായിരിക്കാം. ഇത് തൻ്റെ ആഴത്തിലുള്ള തൻ്റെ മുറിവും തൻ്റെ വേദനയും വിഷമവുമാണ്. താൻ നിസ്സഹായനാണ്. തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ആ അവസ്ഥയെ ദൈവമുമ്പാകെ താൻ പങ്കുവെക്കുകയാണ്. അത് ചെയ്തിട്ട് പിന്നെയും താൻ നിരാശനായിട്ടിരിക്കുകയല്ല. താനിത് പറഞ്ഞിട്ട് താൻ തന്നിലേക്ക് തന്നെ നോക്കുകയാണ്. എന്നിട്ട് താൻ ദൈവത്തെങ്കിലേക്ക് നോക്കുകയാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്ത യാഥാർത്ഥ്യങ്ങളുമായി മല്ലിടുമ്പോൾ, വെല്ലുവിളികളുടെ മുമ്പിൽ നാം നിരാശരായി പതറിപ്പോകുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. നമുക്ക് വേദന കാണുമായിരിക്കും. നീറി പുകയുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ, നൂലാമാലകളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ധാരാളം വിഷമമുള്ളിലുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ വിഷമങ്ങൾ ദൈവത്തോട് പങ്കുവെച്ച് ദൈവമുമ്പാകെ പകർന്നിട്ട് പിന്നെ നിരാശയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു പ്രവാചകനെ അല്ല നമ്മുടെ കാണുന്നത്. ആമേൻ. ഇന്ന് നമ്മളെ ചുറ്റുപാട് നോക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരും സങ്കടം ദൈവത്തോട് പറയും. ദൈവത്തോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രാർത്ഥനയിൽ നിന്ന് എണ്ണീറ്റ് വരുന്നത് പിന്നെയും വാടിയ മുഖത്തോടെയാണ്. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയുവാൻ ഒരാളുണ്ട് എന്നിരിക്കെ ആ ആളിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ ആരോടാ പറയുന്നത്? ആരെ എൻ്റെ കർത്താവ്? എന്ത് ചെയ്യാൻ അവന് കഴിയും? അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന, ഭൂമിയുടെ ഏതറ്റം വരെയും അതിനുവേണ്ടി പോകാൻ കഴിയുന്ന ഒരു കർത്താവിനോടാണ് ഞാൻ പറയുന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ മുട്ടിടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു വളരെയധികം സമാധാനത്തോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ നിന്നും എണീക്കുവാൻ നമുക്ക് കഴിയണം. മുട്ടുകുത്തി അഭയാചന കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവേ എന്ന് പറഞ്ഞ് ഒരു അനിശ്ചിതത്വത്തോടെയോ സങ്കടത്തോടെ അല്ല എണീറ്റ് പോകേണ്ടത്. പിന്നെയോ വളരെ ചാരിതാർത്ഥ്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ഞാൻ പറയേണ്ട ആളിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എത്തേണ്ട സ്ഥലത്ത് ഞാൻ കാര്യം എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അതിനു വേണ്ടിയുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. ഐ ഡോണ്ട് നീഡ് ടു ബി വറീഡ് അറ്റ് ഓൾ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. തൻ്റെ കഷ്ടതയും കയ്പും കാഞ്ഞിരവും ഒക്കെ ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് താൻ തന്നിലേക്കും ദൈവത്തെങ്കിലേക്കും നോക്കി. ഇങ്ങനെ നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവിക വെളിപ്പാടുകൾ പലപ്പോഴും പ്രാപിക്കുവാൻ നമുക്ക് കഴിയാത്തത്, ആശ്വസിക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുന്നത്. അങ്ങനെ നോക്കിയ പ്രവാചകൻ തനിക്ക് ഓർക്കാൻ പറ്റിയ എന്തോ പെട്ടെന്ന് കാണുവാനിടയായി. പെട്ടെന്ന് കണ്ടതുപോലെ, പെട്ടെന്ന് എന്തിനോ ഒന്ന് തട്ടി തൻ്റെ ആ നോട്ടം മുടക്കിയതുപോലെ, അല്ലെങ്കിൽ എന്തോ ഒന്ന് പ്രത്യേകമായി തൻ്റെ ജീവിതത്തിൽ തനിക്ക് തന്നെ പിടിച്ചു കുലുക്കിയതുപോലെ തനിക്ക് മനസ്സിലായി. അപ്പോൾ 3:21 ഇങ്ങനെ വായിക്കുന്നു. താൻ പറയുന്നു, ഇത് ഞാൻ ഓർക്കും. ആമേൻ. ഇത് ഞാൻ ഓർത്തില്ലായിരുന്നു മുമ്പേ. ഇത് ഞാൻ ഓർക്കാതിരുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കയ്പും കാഞ്ഞതൊക്കെ ഓർക്കണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഓർത്തുരുക്കിയിരിക്കുന്നു. നല്ലത് ഓർത്തു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നു, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ആമേൻ. അപ്പം പ്രത്യാശിക്കാൻ പറ്റിയ എന്തോ ഒന്ന് താൻ കണ്ടു, ഓർക്കാൻ പറ്റിയ എന്തോ ഒന്ന് താൻ കണ്ടു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തെങ്കിലേക്ക് പ്രവാചകൻ നോക്കിയപ്പോൾ തനിക്ക് കാണാൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല, അവിടുത്തെ കൃപയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ തന്നിലേക്ക്
വ്യാപരിക്കപ്പെട്ടതായ കൃപയുടെ ആഴം അതത്ര വലുതാണ്, അതത്ര ഉന്നതമാണ്. അതിനെ എന്തിനോട് താരതമ്യപ്പെടുത്തുവാനാകും? ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് നോക്കി തനിക്ക് കാണാൻ കഴിഞ്ഞുള്ള പ്രത്യേക വസ്തുതകൾ എന്തെല്ലാം സംഭവിച്ചിട്ടും, ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ടും, ശത്രു എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞിട്ടും എന്തേ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നു? മുടിഞ്ഞു പോകാനുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചു വെച്ചിട്ടാണ് പിശാചിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും നാം മുടിഞ്ഞു പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, താങ്കൾ വിചാരപ്പെടുന്ന വ്യക്തിയാണോ? നിരാശയിൽ ജോലി ഒരുപക്ഷെ പോയി കാണുമായിരിക്കാം, ജീവിതത്തിൽ മറ്റ് സാമ്പത്തികമായ പരാധീനതയിലായി കാണുമായിരിക്കും, ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ജീവിതത്തിൽ നടന്നിട്ടില്ലായിരിക്കാം, പല കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തു, പലതും ഇപ്പോൾ മാറും ശരിയാകും വിചാരിച്ച് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഒന്നും നടന്നു കാണത്തില്ലായിരിക്കാം. ശരിയാണ്. പക്ഷേ ഒരു കാര്യം താങ്കൾ ഓർക്കണം, നാം മുടിഞ്ഞു പോയിട്ടില്ല. എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, ആരോ നമ്മെ താങ്ങിയല്ലോ, നമ്മെ സഹായിച്ചല്ലോ, അതല്ലേ നമ്മൾ മുടിഞ്ഞു പോകാതിരുന്നത്. അതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചപ്പോൾ അന്നേരമാണ് ഈ പ്രവാചകന് മനസ്സിലായത് യഹോവയുടെ ദയയാണ്. അതാണ് താൻ 22-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യിരെമ്യാവാണ് വിലാപങ്ങൾ എഴുതിയത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം മറിച്ചു നോക്കുമ്പോൾ യിരെമ്യാവിന്റെ പ്രവാചക ശുശ്രൂഷ തുടങ്ങിയ പശ്ചാത്തലത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില വാക്യങ്ങൾ മാത്രം ഞാൻ അറിവിനായി ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവിന്റെ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ യിരെമ്യാവ് ഒരു പ്രവാചകന്റെ യാതൊരു പാരമ്പര്യമോ ട്രഡീഷണലായിട്ട് അങ്ങനെയുള്ള യാതൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. താനൊരു പുരോഹിതന്റെ മകനാണ്. അപ്പോൾ തനിക്ക് ഈ പ്രവാചക ശുശ്രൂഷ ഒന്നും അറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തനിക്ക് ഭയമാണ്. അതുകൊണ്ട് താന് കർത്താവിനോട് പറയുന്നു, കർത്താവ്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ എന്താ പറഞ്ഞെന്നറിയാമോ? യഹോവ എന്നോട്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് തന്നെ തൻ്റെ ജീവിതത്തിലെ കഴിവുകേടുകളെയും തൻ്റെ അതിനുള്ളതായ യോഗ്യതയില്ലായ്മയും കുറിച്ചൊക്കെ താൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപ തൻ്റെ മേൽ വ്യാപരിച്ച് തന്നെ അതിനുവേണ്ടി നിയുക്തനാക്കി ഒരുക്കിയ ദൈവമാണ് എന്നുള്ള കാര്യം വാസ്തവത്തിൽ യിരെമ്യാവ് മറന്നുപോയായിരുന്നു. ആമേൻ. അതിൻ്റെ തന്നെ 9-ാം വാക്യം വായിക്കുന്നു, പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്ന യഹോവ കൽപ്പിച്ചു. ആമേൻ. ഇനി നമുക്കൊരു വാക്യത്തിലേക്ക് മടങ്ങി വരാം. ദൈവകരുണയെക്കുറിച്ച് നാം വായിച്ച ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് 3 വസ്തുതകൾ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 3 വസ്തുതകൾ അത് വാക്യത്തിൽ തന്നെ അന്തർലീനമാണ്, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഗോഡ്സ് മേഴ്സീസ് നെവർ സീസ്. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും തീർന്നു പോകുന്നതല്ല. The second one,
God's mercies are constantly being renewed. ദൈവത്തിൻ്റെ കരുണ എപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. മൂന്നാമത്തേത്, God's mercies prove his faithfulness. ദൈവത്തിൻ്റെ കരുണ അവൻ്റെ വിശ്വസ്തതയെ തെളിയിക്കുന്നു. ആമേൻ. ഒന്ന്, ദൈവകരുണ ഒരിക്കലും തീർന്നു പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1:16 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നിറച്ച് കൃപയുമായിട്ടാണ്. ആമേൻ. കൃപ, ധാരാളം കൃപ ആവശ്യമുള്ളവർക്ക് കൊടുക്കുവാൻ. ആവശ്യമുള്ളവരെന്ന് പറയുമ്പോൾ തന്നെ അത് ശരിയായ വാക്കല്ല. കാരണം കൃപ ആവശ്യമുള്ളവർക്കല്ല കൊടുക്കാറുള്ളത്, അർഹതയില്ലാത്തവർക്ക് ദൈവം തനിക്ക് കരുണ തോന്നിയിട്ട് അർഹതയില്ലാത്ത പലരുടെയും മേൽ ചൊരിയുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കും. ആമേൻ. ഈ കൃപ ചില സമയത്ത് നിന്നുപോയി നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അത് നിൽക്കുന്നില്ല. ഇതെപ്പോഴും സെയിം അളവിലല്ല, ഒരേ അളവിലല്ല ഇത് പലപ്പോഴും കിട്ടുന്നത്. ഇത് വ്യാപരിക്കുന്ന പശ്ചാത്തലം, വ്യാപരിക്കുന്ന രീതികൾക്ക് ഒരുപക്ഷെ മാറ്റം വരാം. നമ്മളെ ആകാശത്തിൽ സൂര്യചന്ദ്രാദികളെ, നക്ഷത്രങ്ങളെ ഒക്കെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് സൂര്യനും ചന്ദ്രനും അവർക്ക് ചേഞ്ച് ഒന്നും വരുത്തില്ലെങ്കിലും അത് നമുക്ക് ലഭിക്കുന്ന, അവരിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യചന്ദ്രാദികൾ നമുക്ക് ലഭിക്കുന്ന ചൂടോ തണുപ്പോ വെളിച്ചമോ എന്തായിരുന്നാലും അതെല്ലാം പല അളവിലാണ്, പല സമയത്ത് പല രീതിയിൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയോ ഒന്നുമല്ല നമുക്ക് കിട്ടാറുള്ളത്. ഒരു കോമൺ പ്രിൻസിപ്പിൾ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും നമ്മൾ നിലച്ചിരിക്കാത്ത നേരത്ത്, വിചാരിച്ചിരിക്കാത്ത നേരത്ത് ഇതെല്ലാം മാറി മറിഞ്ഞു എന്ന് വരാം. ആമേൻ. ചില സമയത്ത് ഇത് തീരെ അങ്ങ് ഇല്ലാതായി എന്നും വരാം. ആമേൻ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മോടുള്ളത് ഇതുപോലെ തന്നെ ചില സമയത്തുള്ളൊക്കെ അളവ് ഏറ്റക്കുറച്ചിലുണ്ടായി എന്ന് വരാം. ആമേൻ. നമുക്കറിയാം, രാവിലെ കിട്ടുന്ന ലൈറ്റ് അല്ല വൈകിട്ട് കിട്ടുന്നത്. ഉച്ചയ്ക്ക് ഇന്ന് അനുഭവിച്ച ചൂടല്ല നാളെ ഒരു പക്ഷേ അനുഭവിക്കുന്നത്. ആമേൻ. ചേഞ്ച് ഉണ്ടാകാം. അതുപോലെ ദൈവത്തിൽ ലഭ്യമാകുന്ന കൃപയുടേതായ ആ രീതിയിലും വ്യത്യാസം ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കൃപ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്ന് നമുക്ക് ക്ലെയിം ചെയ്യുവാൻ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെടുവാൻ ഒരു അർഹതയും നമുക്കില്ല, ഒരു യോഗ്യതയും നമുക്കില്ല. ഒന്നാമത് തന്നെ ഇത് അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. അർഹതയില്ലാത്തവർക്ക് ദൈവം കനിഞ്ഞു നൽകുന്ന ഒരു പ്രത്യേക ഫേവറാണ് കൃപ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നാളെയും തരണമേ, എപ്പോഴും തരണമേ എന്ന് അല്ലെ തരുമെന്ന് അവകാശപ്പെടുവാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. പക്ഷെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ അനുസരണക്കേട് കൊണ്ടോ മാത്സര്യ മനോഭാവം കൊണ്ടോ ഒക്കെയും ദൈവത്തെ മുഷിപ്പിച്ച്, ദൈവത്തെ കോപിപ്പിച്ച് ഈ കൃപയെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കും. വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് വളരെ വേദനയോടെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് ആദ്യമായി രാജാവായ ശൗൽ എന്ന് പറയുന്ന വ്യക്തിത്വം, ഇസ്രായേൽ മക്കളിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയ വിശേഷപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നാൽ
വളരെ കുറഞ്ഞ ഒരു കാലയളവ് മാത്രം ദൈവത്തിൻ്റെ പ്രസാദത്തിൽ തനിക്ക് ജീവിപ്പാനിടയായുള്ളൂ. ഏകദേശം 2 വർഷം. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ നിന്ന് വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകുന്ന ഓരോ ദാനങ്ങളും അനുഗ്രഹങ്ങളും, അത് കൃപയാകട്ടെ കരുണയാകട്ടെ എന്തുമാകട്ടെ, നിരന്തരം അനുഭവിപ്പാൻ യോഗ്യത ലഭിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. അനേകർക്ക് ലഭിക്കാത്തതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ധ്യാസമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാനിടയാകട്ടെ. 2 Corinthians chapter 6 verse 1. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ചിട്ട് അതിനെ പ്രയോജനമില്ലാതാക്കി കളയുവാൻ, വ്യർത്ഥമാക്കി കളയുവാൻ, യൂസ്ലെസ് ആക്കി കളയുവാൻ നമുക്ക് കഴിയും. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാതിരിക്കണം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരുണ അത് തീർന്നു പോകുന്നതല്ല. The second fact is that God's mercies are constantly being renewed. ദൈവത്തിൻ്റെ കരുണ എപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് പുതുതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം കൃപ കാണിക്കുന്നു, കരുണ കാണിക്കുന്നു ശരിയാണെങ്കിലും യേശു കൃപമേൽ കൃപ നിറഞ്ഞ് നമുക്ക് എപ്പോഴും കൃപ തരുന്നവനാണെന്നിരിക്കലും എല്ലാവർക്കും ഒരുപോലെ അല്ല ഈ ദൈവകൃപ വ്യാപാരം അവിടെ മേൽ വ്യാപരിക്കുന്നത്. ഇത് ആവശ്യത്തിനനുസരിച്ച് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം, പത്രോസ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. പത്രോസ് കുഴപ്പമില്ലാന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ദിവസം പെട്ടെന്ന് പത്രോസിനെ ദൈവം ശാസിക്കുന്നു, യേശു ശാസിക്കുന്നു. പത്രോസ് യേശുവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി, ഗുരുവേ, നിനക്കരുതേ, അങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞു. എന്ത്? ക്രൂശിലെ മരണം. അപ്പോൾ പത്രോസിനെ ദൈവം ശാസിക്കുന്നത് പത്രോസ് എന്ന് വിളിച്ചിട്ടല്ല, സാത്താനെ എന്നെ വിട്ടുപോ. ആമേൻ. ഇതേ പത്രോസിനെ തന്നെ കഥ ഒരിക്കൽ തന്നോട് പറയുന്നു, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ മാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിങ്ങളുടെ വിശ്വാസം പോകാതിരിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. പിശാച് പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. പത്രോസ് ഇതൊന്നും അറിയുന്നില്ല, യേശു അതൊന്നും അനുവദിച്ചില്ല. പത്രോസ് എന്തുകൊണ്ടാണ് മുടിഞ്ഞു പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് പത്രോസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? യേശു അനുവാദം കൊടുക്കാഞ്ഞതുകൊണ്ട്. എന്നാൽ അതേസമയം തന്നെ പഴയ നിയമത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇയ്യോബിനെ നോക്കിയേ. ദൈവം തന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്, താൻ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും യഹോവ ഭക്തനുമായ മനുഷ്യനാണല്ലോ. പിശാച് ചെന്ന് ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിക്കും. ദൈവം തന്നെ പറയുന്നു രണ്ടാമത്, നീ എന്നെ കൊണ്ട് വെറുതെ സമ്മതിപ്പിച്ചില്ലേ, നീ എന്നെ കൊണ്ട് വെറുതെ സമ്മതിപ്പിച്ചു അവനെ ഉപദ്രവിപ്പാൻ. ദൈവം പറഞ്ഞു, ഓക്കെ, നീ പോയി എന്ത് വേണേലും ചെയ്തു, പക്ഷെ അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത്. രണ്ടാമത് അവനെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് അവൻ്റെ ശരീരത്തിനൊന്നും പറ്റാഞ്ഞുകൊണ്ടാണ് അവനിങ്ങനെ നിന്നെ ത്യജിച്ച് കളയാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവനോട് യോബിൻ്റെ ശരീരത്തെയും ബാധിക്കുവാൻ അവന് അവകാശം കൊടുത്തു. എന്തുകൊണ്ടാണ് ദൈവം യോബിനെ അനുവദിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം പത്രോസിൻ്റെ കാര്യത്തിൽ പിശാചിന് സമ്മതം കൊടുക്കാഞ്ഞത്? ദൈവത്തിന് അറിയാം, പത്രോസിനെ പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. എന്നാൽ യോബിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ജോബ് can withstand all the pressures in his life, whereas Peter cannot. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം എത്രയുണ്ടെന്നും നമ്മൾ എത്രമാത്രം സ്ട്രോങ് ആണെന്നും എത്രമാത്രം ആഴത്തിൽ നമ്മുടെ വേരൂന്നിയിട്ടുണ്ടെന്നും വചനത്തിൻ്റെ ഗ്രാഹ്യം നമുക്ക് എത്ര ഉണ്ടെന്നും പരിശുദ്ധാത്മാവിൻ്റെ അളവ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ആഴത്തിലുണ്ടെന്നും ഇതെല്ലാം വ്യക്തമായി അറിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള അളവിൽ
നമുക്ക് ആവശ്യമുള്ള സമയത്ത്, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ദൈവത്തിൻ്റെ കൃപയും കരുണയെല്ലാം നമ്മോട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും വീണു പോകാതെ, മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പൗലോസിനെ നോക്കിയേ. പൗലോസ് ഒരുപാട് ഉന്നതമായ അനുഭവങ്ങളിലേക്ക് കടന്നുപോയി. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ താന് വളരെയധികം ഉന്നതമായ അനുഭവങ്ങളിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കും. എന്നാൽ പൗലോസിനെ താൻ നിഗളിച്ചു പോകുമെന്ന് ദൈവത്തിന് മനസ്സിലായിട്ട്, അല്ലെങ്കിൽ യേശുവിന് മനസ്സിലായിട്ട് എന്തോ ചെയ്തു? പൗലോസിൻ്റെ ജീവിതത്തിൽ മനഃപൂർവ്വമായിട്ട് തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, തന്നെ പരിശോധിക്കുവാൻ, അല്ലെങ്കിൽ തന്നെ നിലയ്ക്ക് നിർത്തുവാൻ, താൻ ദൈവകൃപയിൽ തന്നെ നിൽക്കുവാൻ ദൈവം ഒരു കാര്യം ചെയ്തതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. ആമേൻ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 7-ാം വാക്യം, വെളിപ്പാടുകളെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ആമേൻ. അവനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ അർത്ഥം പൗലോസിന് കൃപ കിട്ടിയിട്ടില്ലേ? നേരത്തെ കൃപ ഇല്ലായിരുന്നു? കൃപ ഇല്ലായിരുന്നിട്ടാണോ ഇത്രയും വെളിപ്പാട് താൻ പ്രാപിച്ചത്? കൃപ ഇല്ലാതിരുന്നിട്ടാണോ ഇത്രയും സഭകളെ സ്ഥാപിക്കാനിടയായത്? കൃപ ഇല്ലാതിരുന്നിട്ടാണോ പൗലോസിന് ഇത്രയധികം മിഷണറി യാത്ര നടത്താനിടയായത്? ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകാനിടയായത്? തനിക്ക് ധാരാളം കൃപയുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ തനിക്ക് ഇവിടെ വേണ്ടത് വേറൊരു കൃപയാണ്. ആമേൻ. കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. എന്നിട്ട് പറഞ്ഞു, ആമേൻ, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി പ്രാപിക്കണമെങ്കിൽ ബലഹീനതയിൽ കൂടെ കടന്നു പോകണം. ആമേൻ. ബലഹീനതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. പല രീതിയിലുള്ള ബലഹീനത നമുക്ക് കടന്നു വരാം. ഇവിടെ താൻ തന്നെ പറയുന്നു 9-ാം വാക്യത്തിന്റെ അവസാനം, ആമേൻ, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കൃപ ലഭിച്ച ആളാണ് പൗലോസ്. പൗലോസ് തന്നെയാണ് മുമ്പ് നമ്മൾ വായിച്ച ഈ 2 കൊരിന്ത്യർ അധ്യായത്തിൽ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത് എന്ന് പൗലോസ് തന്നെയാണ് പറയുന്നത്. അതേ പൗലോസാണ് പറയുന്നത്, എന്നെ ഇത് വിട്ടു നീങ്ങണം. താൻ പ്രാർത്ഥിച്ചു, പക്ഷേ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ തന്നോട് പറഞ്ഞു, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. ആമേൻ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അവൻ്റെ കൃപ അതെപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കരുണയും കൃപയും തീർന്നു പോകുന്നതല്ല. 2, ദൈവത്തിൻ്റെ കരുണയും കൃപയും എപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. 3-ാമത്തേത്, the third point is that God's mercies prove his faithfulness. ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. എന്താ ദൈവത്തിൻ്റെ പ്രോമിസിൽ ഏറ്റവും മെയിനായിട്ടുള്ളത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന, എപ്പോഴും നമുക്ക് പിടിച്ച് നമുക്ക് ചാരുവാൻ പറ്റുന്ന ഒരു വലിയ പ്രോമിസാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ഇതെങ്ങനെ ഈ പ്രോമിസ് ദൈവം ഫുൾഫിൽ ചെയ്യുന്നത്? തൻ്റെ കൃപ നമ്മിലേക്ക് പകരുന്നതിൽ കൂടെ. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ഒരു ദൈവം
ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടി തൻ്റെ കൃപ ധാരാളമായി നമ്മിലേക്ക് വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും അത് വാസ്തവമായിരിക്കാം. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആമേൻ. അതിൻ്റെ തെളിവെന്ന് പറയുന്നത്, താൻ ഒരിക്കൽ പറഞ്ഞ വാക്ക്, തൻ്റെ വാക്ക്, തൻ്റെ അരുളപ്പാട്, അതങ്ങനെ തന്നെ നിവർത്തിക്കുവാൻ ദൈവത്തിന് വളരെയധികം നിർബന്ധമുണ്ട് എന്നുള്ളതാണ്. ആമേൻ. അപ്പോൾ ഈ കൃപ ഇത് തീർന്നു പോകുന്നില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് ആവശ്യാനുസരണം, ഇതെല്ലാ ദിവസവും ഇത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മൂന്നാമത്തെ പോയിന്റ്, ഈ കൃപയിലൂടെ, ഈ കൃപ പകരുന്നതിലൂടെ ദൈവം പറയുന്നു, ഞാൻ വിശ്വസ്തനാണ്. ഐ ആം ദ വൺ ഹൂ ഈസ് ഫെയ്ത്ത്ഫുൾ. വാക്ക് പറഞ്ഞ് ദൈവം വിശ്വസ്തനാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം വിശ്വസ്തനാണ്. തിമോഥെയോസിലെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി കൂടെ പാർക്കുന്നു, കാരണം അവന്റെ സ്വഭാവം അവനെ ത്യജിപ്പാൻ കഴിവില്ലല്ലോ. ആമേൻ. God is faithful. God is faithful. ആമേൻ. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായി തീരാറുണ്ട്. പക്ഷെ ദൈവം ഒരിക്കലും അവന്റെ സ്വഭാവത്തിന് ചേഞ്ച് വരുത്തത്തില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ആമേൻ. നമ്മളൊരാളെ ഒരു വീട് പണിയാൻ ഏൽപ്പിച്ചാൽ ആ വീട് പണിയുന്ന ബിൽഡിംഗ് കോൺട്രാക്ടർ നമ്മൾ ഫുൾ ഉത്തരവാദിത്വം കൊടുത്തെന്നിരിക്കട്ടെ, നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് അത് പണിഞ്ഞു തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അഥവാ അങ്ങനെ പണിഞ്ഞൊരു വീട് നമ്മുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും നമുക്കൊരു വിശ്വാസം കൂടെ ഉണ്ട്, ഈ വീട്ടിൽ താമസിച്ചാൽ ഒരു അപകടവും കൂടാതെ വളരെ നാളുകൾ താമസിക്കുവാൻ കഴിയും. ഇത് നമ്മളെ ആ വ്യക്തിയിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ആധാരത്തിലുള്ള ഒരു കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവത്തിങ്കിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ, ഞാൻ നിന്റെ അടുത്ത് വന്നു, നിന്റെ മകനായി മകളായി തീർന്നു, എന്നെ മുമ്പോട്ട് നടത്താമെന്ന് നീ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, തള്ളിക്കളയില്ല എന്ന് നീ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഏറ്റെടുക്കുന്നു, കാരണം നീ അങ്ങനെ ചെയ്ത ദൈവമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിയർസിന് മന്ന കൊടുത്തു ദൈവം. ആ മന്ന ദിവസം തോറും ദൈവം കൊടുത്തു. ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ശബത്ത് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് 2 ദിവസത്തേക്ക് പറക്കാൻ പറഞ്ഞത്. ആ മന്ന വിശ്വസോടെ നാളെ തരാൻ, നാളെ ഇനി കിട്ടുമല്ലോ എന്ന് അറിയത്തില്ലെന്ന് വിചാരിച്ച ജനങ്ങൾക്ക് നേരത്തെ കുറെ അധികം പറക്കി വെച്ചു, പിറ്റേ നാളത്തേക്ക് അത് പുഴുത്തുപോയി കൃമിയൊക്കെ വന്നു നമ്മൾ വായിക്കും. എന്നാൽ പിറ്റേന്ന് രാവിലെ നമ്മൾ പറക്കുവാൻ ചെല്ലുമ്പോൾ അന്നേരവും അവിടെ മന്നയുണ്ട്, അതിന് അടുത്ത ദിവസം ചെല്ലുമ്പോഴും ഉണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തതയാണത്. എല്ലാ ദിവസവും രാവിലെ നമുക്ക് ആവശ്യമുള്ളിടത്തോളം പറക്കിയെടുക്കുവാൻ, നമുക്ക് ആവശ്യമുള്ളിടത്തോളം പറക്കിയെടുക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി അതവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ. അത് എത്ര നാളുണ്ടായിരുന്നു? 40 നീണ്ട വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ ആ മന്ന ഭക്ഷിച്ചു. നാം വിലാപങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ യിരെമ്യാ പ്രവാചകൻ തന്റെ കഷ്ടതയുടെ പാഠശാലയിൽ നിന്നും പഠിച്ച പാഠങ്ങൾ മനസ്സിലാക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ താഴോട്ട് താൻ ഇങ്ങനെ പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. താൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം കൂടാതെ ദൈവം ആരെയും തള്ളിക്കളയുകയില്ല. ഇസ്രായേൽ മക്കളെ ബാബിലോണിൽ അയച്ചു എന്ന് പറഞ്ഞെന്ന് വരികിലും 70 വർഷത്തിന് ശേഷം അവരെ
സ്വന്തം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയയും കരുണയും എന്നേക്കും നമ്മെ പിന്തുടരുന്നു എന്നാണ് നാം വായിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3:31 കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാജയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വസനിക്കുന്നത്. 21 സങ്കീർത്തനത്തിൽ 4-ാം വാക്യം നമുക്കറിയാം. കൂരിൽ താഴ്വര കൂടി നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ അവസാന വാക്യം 6-ാം വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതെവിടുന്നായി ഉറപ്പ് വരുന്നത്? ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, കൈവിടുകയില്ലെന്ന് പറഞ്ഞ് അരുളിച്ചത് ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, രമ്യ വിളിച്ചു പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്നു. അവൻ്റെ വിശ്വസ്തത വലിയതാണ്. നാളെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപയുടെ കരുണയുടെ ഒരു പുതിയ പ്രവാഹം, ഒരു പുതിയ വ്യാപാര ശക്തി നമ്മുടെ മേൽ അയക്കാൻ വിശ്വസ്തനായ ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. വിശ്വസ്തയോടെ ഇന്ന് രാത്രി നമുക്ക് വിശ്രമിപ്പാം. ദൈവം നാളെ രാവിലെ എഴുന്നേറ്റ് ആ കൃപ പ്രാപിപ്പാൻ ദൈവം നമ്മെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.